അങ്ങനെ പ്രിയപ്പെട്ടവരോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നതിന്റെ ദുഃഖഭാരത്തിൽ വിഷാദത്തോടെ ഇരിക്കുന്ന അർജുനന്റെ അടുത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥവുമായിട്ട് വരിക. അപ്പൊ ഭഗവാനെ കണ്ട നിമിഷം അർജുനൻ ഇങ്ങനെ സംശയഭാവത്തിൽ മാധവ ഇങ്ങനെ വിളിക്കുക. അപ്പൊ ശ്രീകൃഷ്ണൻ പറയാണ്, ഇതാ അങ്ങയുടെ രഥം തയ്യാറായിരിക്കുന്നു, അങ്ങയുടെ സാരഥിയും തയ്യാറാണ്. അപ്പൊ അർജുനൻ, ഇല്ല മാധവ, അങ്ങ് എപ്രകാരമാണ് നമ്മുടെ സാരഥിയാകുന്നത്? അപ്പൊ കൃഷ്ണൻ, നിനക്ക് നമ്മിൽ വിശ്വാസമില്ലെന്നാണോ? നാം ഉത്തമനായ തേരാളിയാണ് പാർത്ഥ. അപ്പൊ അർജുനൻ, അങ്ങനെയല്ല മാധവ, അങ്ങ് നമുക്ക് പൂജനീയനാണ്, അങ്ങയുടെ സ്ഥാനം ഒരിക്കലും നമുക്ക് താഴെയല്ല. അപ്പൊ കൃഷ്ണൻ പറയാണ്, സ്ഥാനം മുകളിലും താഴെയും എന്നുള്ളതിന് എന്ത് മഹത്വമാണുള്ളത് പാർത്ഥ. എങ്കിലും നിന്റെ സന്തോഷത്തിന് വേണ്ടി നാം ഉപവിഷ്ടനായിരിക്കുന്നത് നിനക്ക് മുൻപിലെന്ന് കരുതാമല്ലോ. ഇങ്ങനെ പറയാണ്. അതിനുശേഷം രഥത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ പറയാണ്, ഈ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നിന്റെ മനസ്സിനെ വ്യതിചലിക്കുവാൻ നാം അനുവദിക്കുകയില്ല പാർത്ഥ. സത്യാസത്യങ്ങൾ ധർമാധർമ്മങ്ങൾക്ക് മധ്യത്തിൽ നിന്റെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ നിന്നെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുന്നതിനായി നാം നിശ്ചയമായും പ്രയത്നിക്കുന്നതായിരിക്കും പാർത്ഥ. അത് ജീവിതത്തിന്റെ രഥമാണെങ്കിലും യുദ്ധത്തിന്റെ രഥമാണെങ്കിലും നാം ഉത്തമനായ സാരഥിയായിരിക്കും പാർത്ഥ. ഇത് അർജുനനോട് മാത്രം പറയുന്നതല്ലെന്നേ, നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി നമ്മൾ ഓരോരുത്തരോടും പറയുന്നതാണ്. ഈ തിരിച്ചറിവാണ് ജീവിതത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള ശക്തിയായി മാറുന്നത്.